ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതി സുപ്രീംകോടതി റദ്ദാക്കി. ബോണ്ട് സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ വോട്ടർമാർക്ക് അവകാശമുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമാദ് അൽ താനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദോഹയിൽ കൂടിക്കാഴ്ച നടത്തും. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനം സമാപിച്ചു. സബ്സിഡി സാധനങ്ങളുടെ വിലക്കയറ്റമുയർത്തി സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഇന്ന് ചർച്ച. പ്രതീക്ഷയോടെയാണ് പങ്കെടുക്കുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഇംഗ്ലണ്ടിനെതിരായ 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ തുടക്കത്തിലെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യ കരകയറുന്നു. വാർത്തകൾ വിശദമായി. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതി സുപ്രീംകോടതി റദ്ദാക്കി. ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ വോട്ടർമാർക്ക് അവകാശമുണ്ടെന്ന് സുപ്രീംകോടതി വിധിച്ചു. ഫണ്ടിനെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമാക്കുന്നത് വിവരാവകാശത്തെ ലംഘിക്കുന്നതാണെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി. പദ്ധതിയുടെ സുതാര്യതയും നിയമസാധുതയും പരിശോധിച്ചാണ് സുപ്രീംകോടതി വിധി പറഞ്ഞത്. സംഭാവനകളുടെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. കള്ളപ്പണം തടയാനുള്ള ഏക മാർഗം ഇലക്ട്രൽ ബോണ്ടുകളല്ലെന്നും സുപ്രീംകോടതി പറഞ്ഞു. അംഗീകൃത ബാങ്കിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി നൽകാമെന്നതാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമാദ് അൽ താനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദോഹയിൽ കൂടിക്കാഴ്ച നടത്തും. 2 ദിവസത്തെ UAE സന്ദർശനത്തിന് ശേഷം ഇന്നലെ വൈകുന്നേരമാണ് പ്രധാനമന്ത്രി ദോഹയിലെത്തിയത്. ഖത്തർ വിദേശകാര്യ സഹമന്ത്രി സോൾട്ടാൻ ബിൻ സാദ് അൽ മുറൈഖി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ദോഹയിൽ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹിമാൻ അൽ താനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തിയിരുന്നു. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനം സമാപിച്ചു. സബ്സിഡി സാധനങ്ങളുടെ വിലക്കയറ്റം സംബന്ധിച്ച് പ്രതിപക്ഷ പ്രതിഷേധം കാരണം സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയാണെന്ന് സ്പീക്കർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിന്റെ അവസാന ദിനമായ ഇന്ന് ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനാണ് സഭ സാക്ഷ്യം വഹിച്ചത്. ആലപ്പുഴയിൽ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരായ കേസ് അട്ടിമറിച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഷാഫി പറമ്പിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ ഇത് ഈയിടെ നടന്ന സംഭവമല്ലെന്നും ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായതിനാലും നോട്ടീസിന് അനുമതി നൽകാൻ കഴിയില്ലെന്ന് സ്പീക്കർ അറിയിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളം വയ്ക്കുകയും തുടർന്ന് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീട് തിരികെ വന്ന പ്രതിപക്ഷം സബ്സിഡി സാധനങ്ങളുടെ വിലക്കയറ്റം സംബന്ധിച്ച വിഷയം സബ്മിഷനായി അവതരിപ്പിച്ചു. സബ്സിഡി സാധനങ്ങളുടെ വിലക്കയറ്റം പൊതുവിപണിയിൽ ആഘാതമുണ്ടാക്കുമെന്നും ജനങ്ങളെ ദുരിതത്തിലാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. എന്നാൽ 25% നിന്ന് 35% സബ്സിഡി വർദ്ധിപ്പിക്കുകയാണ് സർക്കാർ ചെയ്തതെന്നും വില വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ഒരു ഉത്തരവും ഇറക്കിയിട്ടില്ലെന്നും മന്ത്രി GR അനിൽ മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാത്ത പ്രതിപക്ഷം സഭയിൽ ബഹളം വയ്ക്കുകയും തുടർന്ന് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയാണെന്ന് സ്പീക്കർ അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം 25-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി ആരംഭിച്ച 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനം ആകെ 11 ദിവസമാണ് സമ്മേളിച്ചത്. 2024 കേരള സംസ്ഥാന ചരക്കു സേവന നികുതി ഭേദഗതി ബിൽ, 2024 കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ, 2024 കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ തുടങ്ങിയ സുപ്രധാന ബില്ലുകൾ ഈ സമ്മേളന കാലയളവിൽ സഭ പാസാക്കി. പ്രസ്തുത ബില്ലുകൾക്ക് ജനറൽ അമെന്റ്മെന്റ്സ് ഉൾപ്പെടെ ആകെ 2410 ഭേദഗതി നോട്ടീസുകളാണ് ലഭ്യമായത്. ചട്ടം 50 പ്രകാരമുള്ള 7 നോട്ടീസുകളാണ് സഭ മുമ്പാകെ വന്നത്. കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് ചർച്ച. ധനകാര്യമന്ത്രി KN ബാലഗോപാലിന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘം സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കും. കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയിൽ ഏറെ പ്രതീക്ഷയോടെയാണ് പങ്കെടുക്കുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇവിടെ ഈ പരിപാടിക്ക് വന്നിരിക്കുന്നത്. കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ ഏറ്റവും നല്ല ഒരു മാതൃകയാണ് ഈ ചർച്ച എന്ന് പറഞ്ഞ് ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. കോടതിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നല്ല സൗഹാർദ്ദത്തോടു കൂടി ചർച്ച ചെയ്ത് കേരളം ഉന്നയിക്കുന്ന ന്യായമായ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ച് അനുകൂലമായ
തീരുമാനങ്ങൾ വരും. കേരളത്തിന്റെ മുന്നോട്ട് പോക്കിന് വളരെ സഹായകരമായ തീരുമാനങ്ങൾ വരും എന്നാണ്. ഇളവൊന്നും ആരും ആവശ്യപ്പെടുകയല്ല. ഇത് ഒരു ഇഷ്യൂ എങ്ങനെയാണ് എന്നുള്ളത് ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്യുകയാണ്. പലതരത്തിലുള്ള ഭരണപരമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ചയാണ്. അതിനകത്ത് നിയമത്തിന്റെ പരിധിയിൽ ഭരണഘടനയെ പരിധി നിൽക്കുന്ന ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നു. അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പരസ്പരം മനസ്സിലാക്കിയൊരു ചർച്ചയാണ്. മികച്ച കാർഷിക സംസ്കാരവും സ്വയം പര്യാപ്തതയും കൊണ്ടുവരുന്നതിന് മോദി സർക്കാരിന് കഴിഞ്ഞതായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ദശപുഷ്പം ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ കീഴിൽ തിരുവനന്തപുരം അഴൂരിൽ ആരംഭിച്ച അഗ്രോ കോപ്സിന്റെ കാർഷിക വാണിജ്യ വിനിമയ വിജ്ഞാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര തിരുവനന്തപുരം നഗരത്തിൽ 2ാം ഘട്ട പര്യടനം തുടരുന്നു. ഇന്ന് ഇടപ്പഴഞ്ഞി, വെട്ടുകാട് എന്നിവിടങ്ങളിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര പര്യടനം നടത്തും. കോഴിക്കോട് ജില്ലയിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ 2ാം ഘട്ട പര്യടനം തുടരുന്നു. വൈകുന്നേരം 3 മണിക്ക് തിരുവണ്ണൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപം പൊതുസമ്മേളനം നടക്കും. ഫെബ്രുവരി 22 വരെയാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ 2ാം ഘട്ടം ജില്ലയിൽ നടക്കുക. സമരം ചെയ്യുന്ന കർഷകരുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ട. സാധാരണ ജനങ്ങൾ കഷ്ടപ്പെടാതിരിക്കാൻ ചർച്ചകൾക്കുള്ള അന്തരീക്ഷം നിലനിർത്താനും സഹകരിക്കാനും ആശയവിനിമയം തുടരാനും കർഷക സംഘടനകളോട് ശ്രീ മുണ്ട ആവശ്യപ്പെട്ടു. ജനജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സംയുക്ത കിസാൻ മോർച്ചയും വിവിധ തൊഴിലാളി സംഘടനകളും നാളെ ആഹ്വാനം ചെയ്ത ഗ്രാമീൺ ഭാരത് ബന്ദ് സംസ്ഥാനത്തെ ബാധിക്കില്ല. എന്നാൽ രാവിലെ രാജ്ഭവന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങളുണ്ടാകും. സംസ്ഥാനത്ത് നാളെ കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിച്ചു. സപ്ലൈകോയിൽ സബ്സിഡി നിരക്കിൽ നൽകിയിരുന്ന 13 സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 70% വരെ വിലക്കുറവുണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇനി 35% മാത്രമാണ് സബ്സിഡി ലഭിക്കുക. വിപണി വില കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് സബ്സിഡി വിലയിൽ മാറ്റം വരുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കാലോചിതമായ മാറ്റങ്ങളുടെ ഭാഗമായാണ് സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചതെന്നും സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില 3 മാസം കൂടുമ്പോൾ പുനർനിർണ്ണയിക്കുമെന്നും മന്ത്രി GR അനിൽ തിരുവനന്തപുരത്ത് പറഞ്ഞു. 2016 മാർക്കറ്റ് വിലയിൽ നിന്ന് 26% വില വ്യത്യാസം തീരുമാനിച്ചെങ്കിൽ ഇന്നലത്തെ മന്ത്രിസഭ മാർക്കറ്റ് വിലയിൽ നിന്ന് 35% വില കുറച്ച് ജനങ്ങൾക്ക് 13 നിത്യോപയോഗ സാധനങ്ങൾ നൽകാനുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. കുറയുന്നതനുസരിച്ച് കുറയ്ക്കും, 30% കുറയ്ക്കും. കൂടുന്നതിനനുസരിച്ച് വില വ്യത്യാസങ്ങൾ ചിലത് ക്രമീകരിക്കേണ്ടി വരും. അതല്ല, ഇതൊരു സ്ഥായിയായി 5 വർഷമോ സ്ഥായിയായി 2 വർഷമോ സ്ഥായിയായി 1 വർഷത്തേക്കോ അല്ല. ഇത് നമുക്ക് 3 മാസത്തിലൊരിക്കൽ സാധാരണ അങ്ങനെയാണ് റിവ്യൂ നടത്താറുള്ളത്. മത്സ്യഫെഡിന്റെ സംസ്ഥാനത്തെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറിയുടെ ഉദ്ഘാടനം ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇന്ന് നിർവഹിക്കും. വൈകിട്ട് 4 മണിക്ക് പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ പറവൂരിൽ നടക്കുന്ന യോഗത്തിൽ എച്ച് സലാം MLA അധ്യക്ഷനാകും. വിശ്വപ്രസിദ്ധമായ ചെട്ടികുളങ്ങര ഭരണി ഇന്ന്. ഉത്സവ വിശേഷവുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. കുത്തിയോട്ട വഴിപാടുകളുടെ സമർപ്പണമാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നത്. ആകെ 15 കുത്തിയോട്ടങ്ങളാണ് ഇക്കൊല്ലം വഴിപാടായി സമർപ്പിച്ചിട്ടുള്ളത്. ഇനി ഓണസദ്യയെ വെല്ലുന്ന തരത്തിലുള്ള വിഭവസമൃദ്ധമായ ഭരണി സദ്യയുണ്ട്. വൈകിട്ടോടെ കെട്ടുകാഴ്ചകൾ എഴുന്നള്ളി തുടങ്ങും. 13 കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിന് മുന്നിലെ കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കുന്ന അത്ഭുത കാഴ്ച കാണാൻ 10,000ങ്ങളാണ് എത്തിയിട്ടുള്ളത്. രാത്രി 8 നടക്കുന്ന കുംഭഭരണി സാംസ്കാരിക സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. 4 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 600ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷാ ജോലിക്കായി നിയോഗിച്ചിട്ടുണ്ട്. രാജ്കോട്ടിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ തുടക്കത്തിലെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യ കരകയറുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 108 റൺസ് എന്ന നിലയിലാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 71,833 പോയിന്റിലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 21,857ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 45,520 രൂപയും ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 5,690 രൂപയുമാണ് ഇന്നത്തെ വില. റേഡിയോ കിസാൻ ദിവസിനോടനുബന്ധിച്ച് ആകാശവാണി കണ്ണൂർ നിലയം ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ സംഘടിപ്പിച്ച പരിപാടി ആറളം ഫാം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ നിതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതി സുപ്രീംകോടതി റദ്ദാക്കി. ബോണ്ട് സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ വോട്ടർമാർക്ക് അവകാശമുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമാദ് അൽ താനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദോഹയിൽ കൂടിക്കാഴ്ച നടത്തും. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനം സമാപിച്ചു. സബ്സിഡി സാധനങ്ങളുടെ വിലക്കയറ്റം ഉയർത്തി സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഇന്ന് ചർച്ച. പ്രതീക്ഷയോടെയാണ് പങ്കെടുക്കുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ.
ഇംഗ്ലണ്ടിനെതിരായ 3-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ തുടക്കത്തിലെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യ കരകയറുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.